ഐഷിയുടെ അറസ്റ്റ് വാറണ്ട് പിൻവലിക്കാൻ പാട്യാല ഹൗസ് കോടതിയെ സമീപിക്കും CPIM എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമപരമായി നേരിടുന്നതിനോടൊപ്പം തന്നെ രാഷ്ട്രീയമായി മോദി സർക്കാരിന്റെ ഈ വിദ്യാർത്ഥി വേട്ടയെ രാജ്യമെമ്പാടും തുറന്നു കാണിക്കാനാണ് CPIM തീരുമാനം. ദില്ലിയിൽ നിന്ന് ഷമി പ്രഭാകർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഷമി, ഗുഡ് മോർണിംഗ്. ഷമി, ഒരേ സമയം നിയമപരമായും രാഷ്ട്രീയപരമായും ഐഷി ഘോഷിനെതിരായ മോദി സർക്കാരിന്റെ വേട്ടയെ തുറന്നു കാണിക്കാനാണോ CPIM തീരുമാനം? അറസ്റ്റ് വാറണ്ട് പിൻവലിക്കാൻ കോടതിയെ സമീപിക്കാൻ വേണ്ടി പോവുകയാണോ പാർട്ടി? അതാണോ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമപരമായ നടപടി എന്ന് പറയുന്നത്? തീർച്ചയായും നരേന്ദ്രമോദി സർക്കാർ എല്ലാ കാലത്തും സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം, ആ സമീപനത്തിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഐഷിയുടെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത്. അവർ ഈ എല്ലാ കാലത്തും മനുഷ്യരെ ഭയപ്പെടുത്തി അവരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി കാര്യങ്ങളെ കൊണ്ടുപോകാം എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അത് നടക്കില്ല എന്ന് ഈ നാട്ടിലെ ചെറിയ കുട്ടികൾ, ഈ ജെൻസി തലമുറ വളരെ കൃത്യമായി അവരോട് പറഞ്ഞതാണ്. എന്നിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അവർ ഈ പറയുന്ന 56 ഇഞ്ചിൻ്റെ എല്ലാ അഹങ്കാരവും ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരെയും ഒരു ബുൾഡോസർ ഉപയോഗിച്ച് ഭയപ്പെടുത്തി തങ്ങളുടെ പരിധിയിലാക്കാം എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾ അവർ പറയുകയാണ്, ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ മക്കളാണ്, ഞങ്ങൾക്ക് ഈ രാജ്യത്ത് അവകാശമുണ്ട്, പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്, ഞങ്ങൾ പ്രതിഷേധിക്കും. ആ പ്രതിഷേധം എന്ന് പറയുന്നത് ഈ നാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യൻ്റെ പിന്തുണയോടുള്ള പ്രതിഷേധമാണ്. ആ പ്രതിഷേധം ഈ രാജ്യം 37 ദിവസം ഐതിഹാസികമായ ഒരു സമരം നമ്മൾ കണ്ടതാണ്. ആ സമരത്തിന് പൂർണ്ണമായും കീഴടങ്ങി ഈ നാട്ടിലെ ജനങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും നടത്തിക്കൊടുക്കാൻ ബാധ്യസ്ഥമായ ഒരു സർക്കാരാണ് ഇപ്പോഴും കേന്ദ്രം ഭരിക്കുന്നത്. എന്നിട്ടും അവർ ഐഷി ഘോഷിനെ വിരട്ടാൻ ഒരു പോലീസിനെ അയക്കുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും തമാശ എന്ന് അല്ലാതെ വേറെ എന്താണ് അതിനെക്കുറിച്ച് പറയുക? ഐഷി ഘോഷിനെ പോലെ ഒരാളെ, അല്ലെങ്കിൽ CPIMനെ പോലെ ഒരു പ്രസ്ഥാനത്തെ, ഇടതുപക്ഷത്തെ ഒക്കെ തന്നെ അങ്ങ് വിരട്ടിക്കളയാം. 2 പോലീസുകാർ ഇങ്ങോട്ട് വന്ന് AKG ഭവനിൽ കയറി അതിനെ അങ്ങ് വിരട്ടിക്കളയാം എന്ന് കരുതുന്ന തലത്തിലാണ് ഇപ്പോഴും അവർ നിൽക്കുന്നത്. അവർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല, അതാണ് അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്. അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവരിപ്പോഴും ഈ പറയുന്ന പോലെ കുറച്ച് അഹങ്കാരവും കുറച്ച് മാടമ്പിത്തരവും കുറച്ച് ഫ്യൂഡൽ പ്രഭുത്വവും ഒക്കെ കയ്യിൽ വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ സാധാരണപ്പെട്ട മനുഷ്യനെ അങ്ങ് വിരട്ടിക്കളയാം എന്നുള്ളതാണ്. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകും. തീർച്ചയായും ഈ രാജ്യത്തെ നിയമം, ഈ രാജ്യത്തെ ഭരണഘടന, ഈ രാജ്യത്തെ കോടതികൾ ഒക്കെ അതിൻ്റെതായ വഴിക്ക് തന്നെ പോകും. ആ നിയമ വഴിക്ക് CPIM പോവുകയും ചെയ്യും. പക്ഷേ ഈ പറയുന്നത് പോലെ CPIMൻ്റെ ആസ്ഥാനത്തേക്ക് വന്ന് 2 പോലീസുകാർ വന്ന് ഇന്നാ ഐഷ ഘോഷെ ഞങ്ങളങ്ങ് കൊണ്ടുപോവുകയാണേ എന്ന് പറഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാൻ ഡോക്ടർ ജോൺ ബ്രിട്ടാസിനെ പോലെ ഒരാൾ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ രാജ്യത്തെ ഓരോ മനുഷ്യനും ശബ്ദമാണ്. ഇപ്പോൾ അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമ്മൾ എവിടെയാണ് കണ്ടത്? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അവർ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത്? അത് ഈ നാടിൻ്റെ ഒരു പാരമ്പര്യമാണ്. ഇന്നലെ വളരെ കൃത്യമായിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥ വരുന്ന സമയത്ത് അവർക്കത് മനസ്സിലായി. അവർ പോയ വഴി ഏതാണെന്ന് ഇതുവരെയും നമുക്കറിയില്ല. അവർ വന്ന വാഹനം ഏതാണെന്നറിയില്ല, അവർ പോയ വഴി ഏതാണെന്നറിയില്ല. അവർ വിചാരിച്ചു ഹൈക്കോടതിയിൽ പോവുകയല്ലേ, ആ പോകുന്ന വഴിക്ക് ഹൈക്കോടതിയിൽ പോയതാണ്. ഹൈക്കോടതിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഇവിടെ ഒന്ന് കയറാം AKG ഭവനിൽ. അവിടെ ഒരു ഐഷ ഘോഷ് എന്ന് പറയുന്ന ഒരു SFIയുടെ നേതാവുണ്ട്. അപ്പോൾ അവരെ അങ്ങോട്ട് തട്ടി വണ്ടിക്കകത്ത് കയറ്റി അങ്ങ് കൊണ്ടുപോകാം എന്നാണ് കരുതിയത്. തീർച്ചയായും അല്ല. ഞാൻ ഇപ്പോൾ ഇനി അടുത്ത നടപടി, ഇന്നിപ്പോൾ അറസ്റ്റ് വാറണ്ട് പിൻവലിക്കാൻ വേണ്ടിയിട്ട് നേരെ പാട്യാല ഹൗസ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണല്ലേ CPIM? കാരണം അതിന്റെ ഒരു നിയമപരമായ വഴിയിലോട് കൂടി നേരിടേണ്ട ഒരു സാഹചര്യമുണ്ടല്ലോ. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. നിയമവഴിയിലൂടെ പോകേണ്ട വഴിക്ക് നിയമവഴിക്ക് തന്നെ പോകും. തീർച്ചയായും അതിൻ്റെ അകത്ത് ഒരു സംശയവുമില്ല. പക്ഷേ ഇവരെന്ത് നിയമവഴിയാണ് സ്വീകരിച്ചത് എന്നൊരു വലിയ ചോദ്യം ഇപ്പുറത്തും ഉന്നയിക്കാമല്ലോ. അവർക്ക് ഒരു അറസ്റ്റ് വാറണ്ടും ഉണ്ടായിരുന്നില്ല. അവരിന്നലെ AKG ഭവനിലേക്ക് വരുന്ന സമയത്ത് ഇന്ന ഡോക്യുമെൻ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഇന്ന അറസ്റ്റ് വാറണ്ടുണ്ട് എന്ന് അവർ അവിടെ കാണിച്ചില്ല. അവർ യൂണിഫോം അവരുടെ കൈവശമില്ല, അവരുടെ കയ്യിൽ ഒരു പോലീസ് വാഹനം പോലുമില്ല. പിന്നെ എങ്ങനെയാണ് ഇത്ര ധൃതി പിടിച്ച ഒരു തീരുമാനത്തിലേക്ക് ഇവരെ അങ്ങ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള തീരുമാനത്തിലേക്ക് അവരെത്തുന്നത് എന്ന ചോദ്യമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് 2021 മറ്റോ നടന്ന കേസാണ്. ബംഗ്ലാ ഭവനിലേക്ക് നടത്തിയ മാർച്ചാണ്. അതിന്റെ പേരിലുള്ള ഒരു വാറണ്ടും കൂടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 5 വർഷമായി നടക്കുന്ന കേസാണ്. പലതവണ ഐഷി കോടതിയിൽ ഹാജരായതാണ്. ഈ 30-ാം തീയതി വീണ്ടും ഹാജരാകാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇത്രയും കാലമില്ലാതിരുന്ന ഒരു ശുഷ്കാന്തിയാണ് ഇപ്പോൾ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ദില്ലി പോലീസിന്. ആ ജന്തർ മന്ദറിലേറ്റ ആ തോൽവി
വല്ലാതെ ബാധിച്ചിട്ടുണ്ട് കേട്ടോ ഈ മോദി സർക്കാരിനെ, അമിത്ഷായെ, നരേന്ദ്രമോദിയൊക്കെ. അതിന് നാണക്കേടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കരകയറണം. അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? തീർച്ചയായും ഇത് ഒരു തരം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തരം മാടമ്പിത്വം, ഒരു തരം അഹങ്കാരം, ഒരു തരം ഫ്യൂഡൽ മനോഭാവം, ഇതൊക്കെ ഈഗോയിസ്റ്റിക് മനോഭാവം. ഞങ്ങളെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് തിരിച്ചു ചെയ്യും. ഇതാണ് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനം. അല്ലാതെ ഒരു സമരം എന്തിനു വേണ്ടിയായിരുന്നു, ആ സമരത്തിൽ എന്താണ് ആവശ്യങ്ങൾ ഉന്നയിച്ചത്, ഇതൊന്നും അല്ല അവരുടെ വിഷയം. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരെ നിങ്ങളൊക്കെ ചോദ്യം ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ അങ്ങ് കൈകാര്യം ചെയ്യും. അതാണ് അതിൻ്റെ വിഷയം, ബേസിക് ഇഷ്യൂ. അത് ആ ഒരു ഈഗോയിസ്റ്റിക് മെൻറ്റാലിറ്റിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് അവർക്ക് ഇനിയും മനസ്സിലായില്ല. ഇപ്പോൾ അഭിജിത്ത് ദീപക്കെ പോലെ ഒരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ പിന്നെ അവിടെ ഒത്തുകൂടിയ മനുഷ്യർ, അവിടെ വന്നിട്ടുള്ള വളരെ നമുക്കറിയാം ആ സമരവേദിയിലേക്ക് എത്തിയിട്ടുള്ള മനുഷ്യരിൽ എത്രമാത്രം സാധാരണക്കാരായ മനുഷ്യരാണ്. ഈ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ സമരം പടരുന്നത് എങ്ങനെയാണ് മനു? നമ്മൾ നോക്കൂ, പാറ്റ്നയിൽ, മഹാരാഷ്ട്രയിൽ, കൊൽക്കത്തയിൽ, ഇങ്ങനെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ സമരം പടരുകയല്ലേ. ഒരു അഭിജിത്ത് ദീപ്ക്ക് മാത്രം വിചാരിച്ചാൽ അങ്ങനെ ഒരു സമരം പടരുമോ? അപ്പോൾ ജനങ്ങളുടെ ഉള്ളിൽ ഒരു തീയുണ്ട്. ആ തീ എന്താണ് എന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് ഇത്തരം ഈഗോയിസ്റ്റിക് മെൻറ്റാലിറ്റിയുമായിട്ട് ഈ മനുഷ്യരെ പിന്നെ കുറച്ച് പോലീസുകാരെ AK ജിമാനിലേക്ക് വിടുന്നത്. അങ്ങനെ പിന്നെ തകർത്ത് കളയാം എന്ന് വിചാരിക്കുന്ന ഒരു പ്രസ്ഥാനമാണോ CPIM-ഉം SFI-യും ഇടതുപക്ഷവും ഒക്കെ? അങ്ങനെ തകരുന്നവരാണോ? അങ്ങനെയൊന്നും തകരില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് മനസ്സിലാവില്ലേ? ആ തരം മനോഭാവത്തെ മനസ്സിലാക്കാതെ ഇവർ കുറച്ചു കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പിന്നെ എന്താ പറയുക, ചില രീതികൾ, എല്ലാവരെയും തകർത്ത് കളയാം, ഒരു ബുൾഡോസറുമായിട്ട് വരാം, ആ ബുൾഡോസറിൻ്റെ ശക്തിയിൽ ഈ രാജ്യം മുഴുവൻ അങ്ങ് നിയന്ത്രിച്ച ഈ രാജ്യം എപ്പോഴും മുന്നോട്ട് പോകുന്ന ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ഏതൊരു യാത്രയും ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ ബുൾഡോസറിൻ്റെ അടിസ്ഥാനത്തിലല്ല. അത് ഈ ഭരിക്കുന്ന മനുഷ്യർ തിരിച്ചറിയുന്ന ഒരു സമയം വരട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായാലും ഐഷ ഘോഷ് നിയമപരമായി തന്നെ പോകും, CPIM-ഉം നിയമപരമായി തന്നെ പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പക്ഷേ ആ നിയമപരമായ വഴി മാത്രമല്ല, ഈ രാജ്യത്ത് പ്രതിഷേധത്തിനുള്ള അവകാശമുണ്ട്. ആ അവകാശം വളരെ കൃത്യമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഉപയോഗിക്കും. അത് ജന്തർ മന്ദറിൽ ഉപയോഗിച്ചു, അത് പട്നയിൽ ഉപയോഗിച്ചു, അത് കൊൽക്കത്തയിൽ ഉപയോഗിച്ചു. അങ്ങനെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആ ജനാധിപത്യപരമായ പ്രതിഷേധം ഉപയോഗിക്കപ്പെടുക തന്നെ ചെയ്യും. മനു.